മോൺസൺ മാവുങ്കൽ കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെയും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ രണ്ടാം പ്രതിയാണ് കെ സുധാകരൻ. എറണാകുളം ACJM കോടതിയിലാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ KPCC അധ്യക്ഷൻ കേസിൽ കുടുങ്ങുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകും. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേസ് നിലപാടെടുത്താവും കോൺഗ്രസിന്റെ പ്രതിരോധം. നവമി ദിനേശ് ഒപ്പം ഡാൻ കുര്യനും വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം നവമിയിലേക്ക്. നവമി, ഇത് മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട സുധാകരന്റെ പരാമർശങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. ഒരു പങ്കുമില്ലാത്ത കേസാണ് എന്നാണ്. പക്ഷേ സർക്കാർ പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ കടുപ്പിച്ചാണ്. ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് എറണാകുളം ACJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മൂന്നാം പ്രതി മുൻ കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാമാണ്. കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് മോൺസൺ മാവുങ്കൽ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും കെ സുധാകരൻ ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചു. മോൺസന്റെ വീട്ടിലുണ്ടായിരുന്ന വ്യാജ പുരാവസ്തുക്കൾ യഥാർത്ഥത്തിലുള്ളത് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള പ്രചാരണത്തിന് കൂട്ടുനിന്നു. മോൺസനുമായി ചേർന്ന് തട്ടിപ്പ് നടത്തി എന്നിവയാണ് പ്രധാനമായും ആരോപിക്കുന്നത്. 420, 120B പ്രകാരമുള്ള വകുപ്പുകൾ വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. മോൺസന്റെ വീട്ടിൽ വെച്ച് 25 ലക്ഷം രൂപ പരാതിക്കാരിൽ ഒരാളായ കൈമാറുമ്പോൾ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അതിൽ 10 ലക്ഷം രൂപ സുധാകരന് നൽകിയെന്നുമായിരുന്നു ഡ്രൈവറുടെ മൊഴി. ഇതിൽ കുറ്റപത്രത്തിൽ ശരിവെക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കിയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. എന്തായാലും തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കേസിന്റെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു എന്നത് ഏറെ നിർണായകമാണ്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന സൂചനകളും ചർച്ചകളും നടക്കുന്നതിനിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു. പോലീസ് പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും VD സതീശൻ പറയുകയും ചെയ്തു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സുധാകരൻ അന്ന് നേരിട്ടത്. പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷമൊക്കെ താൻ ഇതിൽ നിരപരാധിയാണെന്നും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ലെന്നുള്ള വാദം സുധാകരൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കലും. എന്തായാലും തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ കെ സുധാകരനും ഒപ്പം തന്നെ UDFും ഈ ഒരു വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ കെ സുധാകരനെതിരായ കുറ്റപത്രം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ഉയർത്തിയാണ് UDF ഇതിനെ പ്രതിരോധിക്കുക. എന്നാൽ കണ്ണൂരിലടക്കം വിഷയം പ്രചരണ ആയുധമാക്കാനാണ് LDFന്റെ നീക്കം. പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിപക്ഷത്തെ. അതിന്റെ അപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത്. രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അത് കോടതി തടഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പൊ അദ്ദേഹത്തെ പ്രതിയാക്കാണ്. ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയതിലാണ് ഗൂഢാലോചന. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ്. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. പക്ഷെ അതിൽ വ്യക്തതയില്ല. അപ്പോഴും ഈ കേസ് ഇതിലിപ്പോൾ ഗൂഢാലോചനാ കുറ്റമുണ്ട്. നേരത്തെ നവമി പറഞ്ഞതുപോലെ വഞ്ചനാ കുറ്റം ചുമത്തിയ പശ്ചാത്തലമുണ്ട്. ഗുരുതരമായ വകുപ്പുകളാണ്. 10 ലക്ഷം രൂപയുടെ ഇടപാടാണ് എന്നാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. നേരത്തെ സുധാകരൻ ഇതൊക്കെ നിഷേധിച്ചു എങ്കിൽ പോലും LDFന് ഒരായുധമാക്കിയേക്കാം, LDF ആയുധമാക്കിയേക്കാം ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ. മോൺസൺ മാവുങ്കൽ കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും KPCC അധ്യക്ഷനുമെതിരായ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന പ്രതിരോധമായിരിക്കും, അത്തരത്തിലുള്ള ഒരു വിമർശനമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ
കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ KPCC അധ്യക്ഷനുമേൽ സമ്മർദ്ദമേറിയാൽ തന്നെ ഇത്തരത്തിൽ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഏത് തരത്തിൽ ബാധിക്കും എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയരും. എന്തായാലും ആ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ KPCC അധ്യക്ഷനെതിരെ തന്നെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കെ സുധാകരൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയേക്കും. എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ലഭ്യമാകുന്ന പ്രതികരണം ഇത്തരത്തിലാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലാണ് CPM പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് എന്ന വിമർശനവുമായാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഡാൻ